മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ചാമ്പ്യൻസ് ലീഗ് മോഹങ്ങൾ ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് നടന്ന രണ്ടാമത്തെ ലെഗിൽ 3-1 ഒരു ഹ്യൂമിലിയേറ്റിംഗ് ഡിഫീറ്റ് തന്നെയാണ് സിറ്റിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. റയലിന്റെ തട്ടകത്തിൽ പോയി അവർക്കെതിരെ റിവെഞ്ച് എടുക്കുന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന സിറ്റി ഫാൻസിനേറ്റ വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇന്നത്തെ പരാജയം. അഗ്രിഗേറ്റിൽ 6-3 എന്നുള്ള സ്കോറോടെ റയല് റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ചെയ്യുകയും ചെയ്തു. അപ്പൊ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്ന് എടുത്തു പറയേണ്ട ഒരു പേരാണ് എംബാപ്പെ. ഇപ്പൊ കഴിഞ്ഞ കുറെ ആഴ്ചകളായിട്ട് അൻസലോട്ടി എംബാപ്പയെ റയലിലേക്ക് പൂർണ്ണമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു റിസൾട്ടാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഹാട്രിക്കോടെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് തന്നെ എംബാപ്പെ പുറത്തെടുത്തു എന്ന് പറയേണ്ടി വരും. കളി തുടങ്ങി 6ാമത്തെ മിനിറ്റിൽ തന്നെ എംബാപ്പെ സ്കോർ ചെയ്യുന്നു. വളരെ ഈസി ആയിട്ട് നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരു ഗോളാണ്. ഒരു ലോങ് ബോൾ വരുന്നു, എംബാപ്പയുടെ കൃത്യമായിട്ടുള്ള ഒരു റൺ. സിറ്റിയുടെ 2 ഡിഫൻഡേഴ്സ് കൂടെയുണ്ട്, പക്ഷേ അവരെ കബളിപ്പിച്ചുകൊണ്ട് ഫസ്റ്റ് ടച്ച് എടുക്കുന്നു. എഡേഴ്സന് മുകളിലൂടെ ചിപ്പിൻ ചെയ്തുകൊണ്ട് 1-0 ലീഡിലേക്ക് റയലിനെ കൊണ്ടുവരികയാണ്. ഇന്ന് സിറ്റിയുടെ ഡിഫൻസ് എന്റെ പൊന്നോ, ഒരുപാട് ലോ മൊമെന്റ്സ് സിറ്റിയുടെ ഡിഫൻസിൽ ഉണ്ടായിരുന്നു. പ്ലേയേഴ്സുമായിട്ട് യാതൊരു കോർഡിനേഷനും ഇല്ല, പ്ലേയേഴ്സിനെ ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല, ഓപ്പൺ ആയിട്ട് ഒരുപാട് ചാൻസ് കൊടുക്കുന്നു. ഇങ്ങനെ പ്രശ്നങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയാണ് സിറ്റിയുടെ ഡിഫൻസിൽ നമ്മൾ കണ്ടത്. അതുപോലെ റയലിന്റെ ഫ്രണ്ട് 3 എന്ന് പറയുന്നത് ഇന്ന് വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു. റൈറ്റ് വിങ്ങിൽ റോഡ്രിഗോ, ലെഫ്റ്റ് വിങ്ങിൽ വിനീഷ്യസ് ജൂനിയർ, സെന്ററായിട്ട് എംബാപ്പെ. ഇവർ 3 പേരും കൂടെ സിറ്റിയെ ഇന്ന് വെള്ളം കുടിപ്പിച്ചിട്ടാണ് വിട്ടത്. ഇപ്പോൾ രണ്ടാമത്തെ ഗോളിലേക്ക് വരുമ്പോൾ അവിടെയും എംബാപ്പയുടെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഫിനിഷിംഗ് നമ്മൾ കണ്ടു. പുള്ളിയെ ക്ലോസ് ഡൗൺ ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ സിറ്റിയുടെ ഡിഫൻസിന് കഴിഞ്ഞില്ല. അങ്ങനെ 33ാമത്തെ മിനിറ്റിൽ 2-0 ലീഡിലേക്ക് റയൽ എത്തുകയാണ്. അതോടുകൂടി കാര്യങ്ങൾ വ്യക്തമായിരുന്നു. ഇനി തിരിച്ചു വരിക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ്. സിറ്റിയുടെ മിഡ്ഫീൽഡ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബെർണാർഡോ സിൽവ ആയാലും ഗുണ്ടുവൻ ആയാലും വളരെ ആവറേജ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഇന്ന് കാഴ്ചവെച്ചിട്ടുള്ളത്. റോഡ്രിഗോ ഇന്ന് ഗുണ്ടുവനെ ശരിക്കും പറഞ്ഞാൽ വേറൊരു പ്ലാനറ്റിലേക്ക് അയച്ചു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം റോഡ്രിഗോ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യാൻ ശ്രമിച്ച് റൈറ്റിലേക്ക് ഒരു പോക്ക് പോയിട്ടുണ്ട്. ഗുണ്ടുവൻ തിരിയുമ്പോഴത്തേക്കും റോഡ്രിഗോ ബോളുമായിട്ട് ഓൾമോസ്റ്റ് 18 യാർഡ് ബോക്സിലേക്ക് എത്തുകയും ചെയ്തു. അതുപോലെ വാഡിയോൾ ഇന്ന് സ്ലൈഡിങ് ടാക്കിൾ ചെയ്തിട്ട് ഒരു ഷോട്ട് സേവ് ചെയ്യാൻ നോക്കി, പക്ഷേ പുള്ളി സ്ലൈഡ് ചെയ്ത് ഗ്രൗണ്ടിന് പുറത്തേക്ക് പോയി എന്നാണ് കാണുന്നത്. പക്ഷേ വളരെ കൃത്യമായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്ത് ഗോളാക്കി മാറ്റാൻ എംബാപ്പയ്ക്ക് കഴിയുകയും ചെയ്തു. ഇങ്ങനെ ഒരുപാട് മൊമെന്റ്സ് ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഞാൻ വിചാരിച്ചു 2-0 പിറകിലാണ്, കുറച്ചുകൂടി നന്നായിട്ട് തന്നെ സിറ്റി കളിക്കും. പക്ഷേ യാതൊരു വിധത്തിലുള്ള മാറ്റവും സിറ്റി കണ്ടില്ല. വളരെ കഷ്ടപ്പെട്ട് മിഡ്ഫീൽഡിലൂടെ ബോളുമായിട്ട് മുമ്പോട്ട് പോകും. ഫൈനൽ തേർഡിൽ എത്തുമ്പോൾ എന്താണ് സിറ്റി കാണിച്ചു കൂട്ടുന്നതെന്ന് അവർക്ക് തന്നെ മനസ്സിലാവുന്നില്ല. നമ്മൾ ട്രെയിനിങ് പിച്ചിലൊക്കെ കാണുന്നത് പോലെ ഒരു ട്രയാങ്കിളൊക്കെ ഫോം ചെയ്ത് ഫോഡൻ ടു വാഡിയോൾ, വാഡിയോൾ ടു ഫോഡൻ, ഫോഡൻ ടു വാഡിയോൾ, ഈ ഒരു പരിപാടിയാണ് ഫൈനൽ തേർഡിൽ സിറ്റി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 10 ഷോട്ടൊക്കെ ഈസി ആയിട്ട് എടുക്കേണ്ട ചാൻസുകൾ ഫൈനൽ തേർഡിൽ സിറ്റിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ പോസ്റ്റിനകത്ത് കയറി ഗോൾ അടിക്കാൻ വേണ്ടിയിട്ടാണ് സിറ്റി ശ്രമിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ബോൾ മിസ്സായി പല പ്രാവശ്യം കൗണ്ടറിലേക്ക് വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. റയലിന്റെ കൗണ്ടറിനെ പറ്റിയിട്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എംബാപ്പയൊക്കെ അത്രയ്ക്കും സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. അതേപോലെ വിനീഷ്യസ് ജൂനിയർ ലെഫ്റ്റ് വിങ്ങിൽ വളരെ കൃത്യമായിട്ട് ബോൾ എത്തിച്ചു കൊടുക്കുന്നതിൽ വിജയിച്ചു എന്ന് പറയേണ്ടി വരും. ബെല്ലിംഗാം നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. റയലിന്റെ ഡിഫൻസിനെ പറ്റിയിട്ട് എടുത്തു പറയേണ്ടതുണ്ട്. റൂഡ്രിഗർ ഇഞ്ചുറി കഴിഞ്ഞ് തിരിച്ചു വന്നു. വാൽവെർഡെ ആൻഡ് അസെൻസിയോ, ഇവർ 3 പേരും വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു. എസ്പെഷ്യലി ടാക്കിളൊക്കെ ചെയ്യുന്ന സമയത്ത് അവരെ കമ്മിറ്റ്മെന്റ് കമൻഡബിൾ ആയിട്ടുള്ള ഇൻസ്റ്റൻസസ് ഉണ്ടായിരുന്നു. 3-0 ലീഡിൽ നിൽക്കുമ്പോഴും 100% പിച്ചിലേക്ക് ഇടാൻ ഈ ഡിഫൻഡേഴ്സ് ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു സിറ്റിയുടെ ഡിഫൻഡേഴ്സ് ഒക്കെ കണ്ടു പഠിക്കേണ്ട സിറ്റുവേഷൻ തന്നെയാണ്. അതുകൂടാതെ 3-4 ചാൻസുകൾ റയലിന്റെ സൈഡിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. ഓവറോൾ 15ഓളം ചാൻസുകൾ റിയൽ ക്രിയേറ്റ് ചെയ്തു. ഓൾമോസ്റ്റ് 8 ഷോട്ടുകൾ ടാർഗറ്റിലേക്ക് എത്തി. വിനീഷ്യസ് ജൂനിയറിന്റെ ഒരു ഡയറക്റ്റ് ഷോട്ട് ഉണ്ടായിരുന്നു, അത് എഡേഴ്സൺ സേവ് ചെയ്തു. റോഡ്രിഗോക്ക് ഒരു ഹാഫ് ചാൻസ് ഉണ്ടായിരുന്നു. ബെല്ലിംഗാമിന് ഒരു ഹാഫ് ചാൻസ് കിട്ടി. ഇതൊന്നും കൺവേർട്ട് ചെയ്യാൻ റയലിന് കഴിഞ്ഞില്ല. അല്ലെങ്കിൽ
സ്കോർ ലൈൻ ചിലപ്പോൾ 4-ലേക്കോ 5-ലേക്കോ ഒക്കെ പോകേണ്ട സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇഞ്ചുറി ടൈമിലാണ് ഒരു കോൺസലേഷൻ ഗോൾ സിറ്റിക്ക് കിട്ടുന്നത്. ഇവിടെ മാർമൂഷ് പോസ്റ്റിലേക്ക് ഒരു ഷോട്ട് എടുക്കുന്നു. കോട്ടുവ ചാടി നോക്കി, പക്ഷെ പുള്ളിക്ക് അത് കിട്ടിയില്ല. ഫ്രെയിമിൽ തട്ടി ഈ ബോൾ ഡിഫ്ലക്റ്റ് ആയിട്ട് നിക്കോ ഗോൺസാലോസിന്റെ കാലിലേക്ക് എത്തി. ഓപ്പൺ പോസ്റ്റ് ആയിരുന്നു, പുള്ളി അത് കൺവേർട്ട് ചെയ്തു. അങ്ങനെ ഒരു കോൺസലേഷൻ ഗോൾ സിറ്റിക്ക് കിട്ടുകയാണ്. ഓവറോൾ നോക്കുമ്പോൾ വളരെ വളരെ ആവറേജ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് സിറ്റിയുടെ സൈഡിൽ നിന്ന് നമ്മൾ കാണുന്നത്. 6-3 അഗ്രിഗേറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള റിസൾട്ട് ആണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ അടുത്ത മത്സരം ലിവർപൂളിനെതിരെയാണ്. അതിൽ എന്താണ് സംഭവിക്കുക എന്ന് കണ്ടറിയേണ്ട സിറ്റുവേഷൻ ആണ്. നിങ്ങൾ ഏതായാലും നിങ്ങളെ കമന്റ് താഴെ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.